അങ്ങനെ ഒരു വിധത്തി അത്തപ്പൂക്കളം ഇട്ടു. ഇനിയും ഓണത്തപ്പനെ എടുത്തു വെക്കണം. അതിന് എവിടാന്നാ കിടന്ന് തപ്പുന്നത്? എന്തോ ചെയ്യാൻ എവിടെ കണ്ടുണ്ട്. നാണമാകുന്നു ഓണം വന്നല്ലോ എന്റെ കൈ കൊണ്ട് നിന്നെ കൊല്ലുമ്പം വെറുതെ പാടിയെന്നേ ഉള്ളൂ. ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവരെന്തി എടാ അവലിവിടെ ഉണ്ട്. മലര് നീ കൊണ്ടുവന്നോ? പ്രസാദം വെക്കാനല്ല, ഇല്ലേ? അവരെന്തി എന്നാ ചോദിച്ചത്. നിന്റെ സഹോദരങ്ങളില്ലേ അവരൊക്കെ? ആ. വിളിച്ചാ വിളിപ്പുറത്തെത്തുവോ? അവര് വരും. വരുമായിരിക്കും, എനിക്കറിയത്തില്ല. എടാ നിനക്കറിയാമല്ലോ എന്റെ ലാസ്റ്റ് ഓണമായത്. ചുമ്മാ ഇത് പിടിച്ചായിരിക്കണം, കളിപ്പിക്കരുത്. എടാ, ഇത് വിട്ടാ. ആ, വരുന്ന പക്ഷെ ഞാനുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുമോ? അതാ പറഞ്ഞ കളിപ്പിക്കരുത്. അത് തന്നെയല്ല, ഈ വീട്ടിൽ നമ്മുടെ അപ്പൂപ്പന്റെ സ്വർണ്ണക്കിണ്ടി ഇരിപ്പുണ്ട്. ഒരു പെട്ടിക്കകത്ത് ഞാൻ അറിഞ്ഞു. അതുപോലെ സ്വർണ്ണ തളികകളെല്ലാം ഇരിപ്പുണ്ട്. എന്റെ കൊച്ചുമക്കളെല്ലാം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ അത് കൊടുക്കും. മോനെ മുണ്ടും സെറ്റും ഒന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നു. അമ്മമ്മയ്ക്ക് മുണ്ട് സെറ്റ് ഞാൻ ഒരു ശകലം അടിച്ചിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ലോ. ആ കുഴപ്പമില്ല, നീ ആ സെറ്റ് മുണ്ടും ഞാൻ നാട്ടെ. എന്നാ ഇതാ സെറ്റ് മുണ്ടും. ആ സെറ്റ് മുണ്ടും മുണ്ടുണ്ട്. സെറ്റന്തിയേ? അത് സെറ്റ് മുണ്ടും ഉണ്ട് അതിനകത്ത്. എടാ ഇങ്ങനെ കുത്തി വിളിക്കുന്ന സെറ്റന്തിയല്ല. മൊബൈലോ? നിങ്ങൾക്ക് എന്തിനാ മൊബൈല്? എന്താ പ്രായമായി